കണ്ണൂർ സർവകലാശാലയിലേക്ക് SFI നടത്തിയ പ്രതിഷേധം ഇപ്പോൾ അതൊരു സംഘർഷത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് തടയാൻ ശ്രമിക്കുന്നു. കോളേജിന്റെ പരിപാടികൾ അതിൽ പ്രത്യേകം സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ടാവും. പരിപാടികളിൽ ദേശവിരുദ്ധത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രം പരിപാടികൾ നടത്താൻ അനുമതി ലഭിക്കും എന്നുള്ള തീരുമാനം, ദേശവിരുദ്ധമുള്ളടക്കം പരിശോധിക്കാനാണ് ഈ സമിതി രൂപീകരിച്ചത്. ആ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ SFI വലിയ പ്രതിഷേധവുമായി കോളേജിലേക്ക് എത്തിയത്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നു. വലിയൊരു പോലീസ് സന്നാഹവും അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പ്രതിഷേധം ഇപ്പോഴും അവിടെ അങ്ങനെ നടക്കുന്നു, അതൊരു സംഘർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? സ്മിത, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ മാർച്ച് വന്നതിന് ശേഷം സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു കവാടത്തിലൂടെ പ്രവർത്തകർ ഇടിച്ചു കയറാൻ ശ്രമിച്ചു. അത് പിന്നീട് പോലീസും SFI പ്രവർത്തകരും തമ്മിൽ വാക്തർക്കവും ഉന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നു. മാർച്ചിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നു. SFI സെക്രട്ടറി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞോട് വീണ്ടും പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക്, സർവകലാശാലയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ എണ്ണം വളരെ കുറവാണ്, പ്രവർത്തകരുടെ എണ്ണം വലിയ കൂടുതലാണ്. അപ്പോൾ എങ്ങനെ ഇത് തടയും എന്ന സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രണ്ട് വശങ്ങളിലായിട്ടാണ് SFI പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നത്. അകത്ത് കയറി സർവകലാശാല VC-യെ കാണാതെ മടങ്ങിപ്പോകില്ല എന്നതാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഇത് വലിയ സംഘപരിവാർ വൽക്കരണമാണ്. ഇതാ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉന്തും തള്ളും ഉണ്ടാകുന്നു, സംഘർഷത്തിലേക്ക് പോകുന്നു. കവാടം മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. ആദ്യഘട്ടം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. VC ഇവിടെ RSSന്റെ സഹായത്തോടെ VC പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് SFI മാർച്ച് നടത്തിയത്. ആ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു എന്നതാണ്. പ്രവർത്തകർ ഈ സർവകലാശാല കവാടം കടന്ന് അകത്തേക്ക് കയറാൻ ഇരച്ചു കയറുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് തടയുന്നതിന് വേണ്ടി പോലീസും ശ്രമിക്കുന്നു. അങ്ങനെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. വനിതാ പ്രവർത്തകരുൾപ്പെടെയുണ്ട്. വനിതാ പോലീസ് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുണ്ട്. പക്ഷേ പോലീസിന്റെ എണ്ണം വളരെ കുറവാണ്. നേരത്തെ തന്നെ ഇത് സംഘർഷം ഉണ്ടാകും, ഈ മാർച്ചിൽ സംഘർഷം ഉണ്ടാകും എന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള പോലീസ് ഇവിടെ വിന്യസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇപ്പോൾ പോലീസ് വലിയ പാടുപെടുകയാണ് പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. ആദ്യഘട്ടത്തിൽ സർവകലാശാലയുടെ മറ്റൊരു കവാടത്തിലൂടെ പ്രവർത്തകർ ഇരച്ചു കയറാൻ ശ്രമിച്ചു. അവിടുത്തെ ചില്ലുകളൊക്കെ അടിച്ചു തകർക്കുകയും ചെയ്തു. അതിനുശേഷവും എന്തെങ്കിലും പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചില്ല. അതിന് കാരണം അത്രത്തോളം ഫോഴ്സ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും പോലീസ് വലിയ പാടുപെടുകയാണ്. ടൗൺ സ്റ്റേഷനിലെ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം മാത്രമേ നിലവിൽ ഇവിടെ വിന്യസിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രവർത്തകരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ അകത്തേക്ക് ഇടിച്ചു കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. VC-യെ കാണണം, VC-യെ കാണാതെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇത് പിൻവലിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നതാണ് SFI പ്രധാനമായും പറയുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുകയാണ്. കാവ്യവൽക്കരണമാണ്, സംഘപരിവാർ വൽക്കരണമാണ് എന്നതാണ് SFI ആരോപിക്കുന്നത്. അതിൽ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ സർവകലാശാല കീഴിലെ കോളേജുകളിൽ ഒരു നിരീക്ഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് ഈ നിരീക്ഷണ സമിതി കോളേജ് യൂണിയൻ പരിപാടികൾ, മറ്റ് സർവകലാശാല ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പരിപാടികളെല്ലാം നിരീക്ഷിക്കും. അതിലേതെങ്കിലും തരത്തിൽ ദേശവിരുദ്ധമായ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ, ക്യാമ്പയിനുകൾ, പരിപാടികൾ ദേശവിരുദ്ധമായി ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ആ സമിതി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉൾപ്പെടെ നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്ന തരത്തിലാണ് ആ ഉത്തരവുള്ളത്. അത് RSSനെ സഹായിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ മറ്റ് സർവകലാശാലയിൽ
നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിന്റെ അതേ ഭാഗം കണ്ണൂരിലും കണ്ണൂർ സർവകലാശാല VC-യും നടപ്പിലാക്കുന്നു എന്നത് ആരോപിച്ചുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥി പ്രതിനിധികളെ ഇതിനകത്ത് കയറ്റണം, VC-യുമായി സംസാരിക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് SFI പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പോലീസുമായി തുടർച്ചയായി ഉന്തും തള്ളും ബഹളത്തിലേക്ക് പോകുന്നു. പോലീസ് തിരിച്ച് ഇതുവരെ ഒരു ആക്ഷനിലേക്ക് ഇതുവരെ പോലീസ് പോയിട്ടില്ല. പക്ഷേ പ്രവർത്തകരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നു. മാർച്ചിന്റെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ സർവകലാശാലയുടെ മറ്റൊരു ഭാഗത്തെ കവാടം, ആ കവാടത്തിന്റെ ചില്ലുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തിരുന്നു. അത് ആ ഘട്ടത്തിലും പോലീസ് വരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറായിട്ടില്ല. പോലീസിന് അത്രത്തോളം എണ്ണം പോലീസിനില്ല. പക്ഷേ വീണ്ടും ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഈ കവാടം കടന്ന് അകത്തേക്ക് കയറ്റണം എന്നതാണ് പറയുന്നത്. പോലീസ് അവിടെ ഇപ്പോൾ പോലീസ് തടയുകയാണ് പോലീസിന്. പക്ഷേ വീണ്ടും പ്രവർത്തകർ അകത്തേക്ക് കയറി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി പ്രതിനിധികൾ, അതായത് SFIയുടെ പ്രതിനിധികളെ ഇപ്പോൾ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. SFIയുടെ ആവശ്യപ്രകാരം VC-യുമായി സംസാരിക്കുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏകദേശം സംഘർഷത്തിന് ഒരു അയവ് വന്നതുപോലെയുണ്ട്. കാരണം പോലീസ് വിദ്യാർത്ഥികൾ പ്രതിഷേധക്കാർ ഒന്നായി അങ്ങോട്ട് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് തടഞ്ഞപ്പോഴാണ് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരു അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി യൂണിയൻ പ്രതിഷേധക്കാരിൽ ചിലരെ മാത്രം, നേതാക്കളെ മാത്രം അകത്തേക്ക് കടത്തിവിട്ടു. അവർ VC-യുമായി സംസാരിക്കും എന്നാണ് അറിയുന്നത്. VC-യെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ച് എല്ലാ പ്രതിഷേധക്കാരും കൂടെ ഒന്നായി എത്തിയപ്പോഴാണ് അവിടെ വലിയൊരു സംഘർഷാവസ്ഥയുണ്ടായത്. പോലീസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും പ്രതിഷേധക്കാരുടെ എണ്ണം അത്രയും കൂടുതലാണ്. ദേശവിരുദ്ധ ഉള്ളടക്കം പരിശോധിക്കാനായി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടത്തുന്ന പരിപാടികൾ, അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഒരു സമിതി, ആ സമിതിയെ അത് പരിശോധിച്ച് ദേശവിരുദ്ധമായ ഉള്ളടക്കങ്ങളില്ലെങ്കിൽ മാത്രമാണ് ആ പരിപാടികൾക്ക് അനുമതി നൽകുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് SFI വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇന്നെത്തിയത്. VC-ക്കെതിരെയാണ് പ്രതിഷേധം. ഇപ്പോൾ എന്തായാലും ആ സംഘർഷത്തിന് ഒരു അയവ് വന്നിരിക്കുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.